പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് കേസിൽ അർജൻറ്റായിട്ട് ചെയ്യേണ്ടത് റിപ്മ വെച്ചിട്ട് ഈ മാനേജർ അടക്കം ഈ പരിപാടി ബുക്ക് ചെയ്ത ആൾക്കാരടക്കം സകലവരെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്ത് ജാമ്യം കൊടുക്കാം, കാരണം അതൊരു മേജർ ക്രൈമൊന്നുമില്ല. അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജാമ്യം കൊടുക്കാം, നോ പ്രോബ്ലം. ബട്ട് മാതൃകാപരമായിട്ട് അത് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൂടി വരും. നോക്കാനും ചോദിക്കാനും ആരും ഉണ്ടാവില്ല. പെണ്ണുങ്ങൾ തുണി അഴിച്ച് തുള്ളുകയാണെങ്കിൽ കാണാൻ ആൾ കൂടും. അത് അമ്പലപ്പുറമ്പാണെങ്കിലും ശരി, മറൈൻ ഡ്രൈവ് മൈതാനമാണെങ്കിലും ശരി. അല്പം തുണിയേ ഉണ്ടാവുള്ളൂ പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയൊക്കെ ഉണ്ടല്ലോ, സണ്ണി ലിയോൺ, ഇവിടെ വന്നും വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കിയ സ്ത്രീ. ആളുകൾ ഇതിന് കൂടും, പറഞ്ഞിട്ട് കാര്യമില്ല. ദ്വയാർത്ഥം പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആളുകൾ കൂടും. അശ്ലീലം പറഞ്ഞാൽ ആളുകൾ കൂടും. അത് മനുഷ്യൻ്റെ പ്രകൃതിയിലെ വാസനയാണ്. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പരിപാടി എവിടെ നടത്തണം എവിടെ നടത്തരുത് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അത് ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും ഉണ്ടാവണം. ഈ രണ്ടു പേർക്കും ഇതില്ല. അതുകൊണ്ട് സാധാരണ ഹിന്ദുവിന് ഇത് ഉണ്ടാവണം. അങ്ങനെയുള്ള സാധാരണ ഹിന്ദുവാണ് ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തോട് എൻ്റെ അപേക്ഷ, ഈ ഒരു പ്രയർ കൂടെ അദ്ദേഹത്തിൻ്റെ പെറ്റീഷനിൽ ചേർക്കണം. ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട് 1986 അത് വക്കീലന്മാർക്കറിയാം. അവർ ഈ മൈനർ ക്രിമിനൽ ആക്ട്സ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഒരു വക്കീലിന് ടക്കം ഇന്ന ബുക്കിലുണ്ട് അത് എന്ന് മനസ്സിലാവും. അതെടുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്.